ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ല അവരുടെ കിതാബ് തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 35. അപ്പോൾ സാബിഖീങ്ങൾ നന്മകളിൽ മുന്നേറുന്നവരുടെ ഗുണവിശേഷങ്ങൾ പറയാണ്. ഒന്നാമത്തെ വിശേഷണം പറഞ്ഞു കഴിഞ്ഞു, അവർ അള്ളാഹുവിൽ ഖശ്യത്ത് ഭയഭക്തിയുള്ള ആളുകളായിരിക്കും എന്ന്. തുടരുന്നു അസ്സിഫത്തു സാനിയ, രണ്ടാമത്തെ വിശേഷണം, വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. വല്ലദീന ഹും അവർ, ബിആയാതി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, യുഅ്മിനൂൻ വിശ്വസിക്കുന്നവരാണ്. യുഅ്മിനൂന ബി ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളെ അവർ വിശ്വസിക്കുന്നവരാണ്. ഐ യുസദ്ദിഖൂന ബിഹ അതിനെ അവർ സത്യപ്പെടുത്തുന്നവരാണ്. വയഅമലൂന ബിഹ അള്ളാഹുവിൻ്റെ ആയത്തുകൾ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ വെച്ച് അവർ അമൽ ചെയ്യുന്നവരുമാണ്. ആയാത്തുല്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞത് അൽ ഖുർആൻ, ഖുർആനാണ്. യുഅ്മിനൂന ബിഹി ബിമഅന അവർ അതിൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എന്ത് ആശയപ്രകാരമാണ്? അന്നഹും യുസദ്ദിഖൂന അന്നഹു കലാമുല്ലാഹി സുബ്ഹാനഹു വതആല. അന്നഹും യുസദ്ദിഖൂന അവർ നിശ്ചയം അവർ സത്യപ്പെടുത്തുന്നവരാണ്. അന്നഹു ആ വിശുദ്ധ ഖുർആൻ കലാമുല്ലാഹി സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാം സംസാരമാണ് എന്ന്. തകല്ലമ അല്ലാഹു ബിഹി വഹ്യൻ വഹ്യ് ആയിട്ട് അല്ലാഹു അതുകൊണ്ട് സംസാരിച്ചതാണ്. വനസല ബിഹി ജിബ്രീലു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹ്യും കൊണ്ട് ഖുർആനും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നതാണ്. വഹഫിളഹു അലി അവതരിപ്പിച്ചതാണ്. വഹഫിളഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹിഫ്ളാക്കിയതാണ്. വബല്ലഹു ലിന്നാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് അത് എത്തിച്ചതാണ്. وإنه لتنزيل رب العالمين نزل به الروح الأمين. وإنه നിശ്ചയം അത് ലതൻസീലു റബ്ബിൽ ആലമീൻ റബ്ബുൽ ആലമീൻ്റെ ലോകരക്ഷിതാവിൻ്റെ പക്കൽ നിന്നുള്ള അവതരണമാണ്, തൻസീലാണ് വിശുദ്ധ ഖുർആൻ. നസല ബിഹി അതുകൊണ്ട് ഇറങ്ങി അർ-റൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ്, അർ-റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം, യാനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം, റൂഹുൽ അമീൻ. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. അലാ ഖൽബിക അങ്ങയുടെ താങ്കളുടെ ഹൃദയത്തിന്മേൽ, ലിതകൂന മിനൽ മുൻദിരീൻ നീ മുന്നറിയിപ്പ് നൽകുന്നവരുടെ കൂട്ടത്തിൽ പെടുന്നതിന്, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ വ്യക്തമായ അറബി ഭാഷയിൽ. ഹാദിഹി സിഫാത്തുൽ ഖുർആൻ ഇത് വിശുദ്ധ ഖുർആൻ്റെ വിശേഷണങ്ങളാണ്. ഫയുഅ്മിനു ഹാഉലാഇൽ മുഅ്മിനൂന ബിഅന്ന ഹാദൽ ഖുർആന ഹുവ ഖിതാബു റബ്ബിഹിം ലഹും അംറൻ വനഹിയ. അപ്പോൾ ഈ മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നു ഈ ഖുർആൻ അത് അവരുടെ റബ്ബിങ്കിൽ നിന്ന് അമ്ര കൽപ്പന, നഹി നിരോധനം എന്ന നിലക്ക് ഉള്ള കൽപ്പനയും നിരോധനവും എന്ന നിലക്കുള്ള റബ്ബിൻ്റെ സംസാരമാണ്. വതഅരീഫൻ ബിഹി സുബ്ഹാനഹു ബിസിഫാത്തിഹി അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആലയെ അറിയിച്ചുകൊണ്ടും തഅരീഫ് അല്ലാഹുവിനെ മനസ്സിലാക്കുക, അതേപോലെ അവൻ്റെ വിശേഷണങ്ങളും അങ്ങനെയുള്ള ഗ്രന്ഥമാണ്. വഇഖ്ബാറൻ ലഹും അനിൽ ഉയൂബിൽ മാദിയത്തി വൽ ഉയൂബിൽ മുസ്തഖ്ബിലത്തി. ഒയൂബ് എന്നായിരിക്കും, ഒയൂസ്ന്ന് ഒരിടത്ത് കൊടുത്തത് തെറ്റിയതായിരിക്കാണ് സാധ്യത. അപ്പോൾ കഴിഞ്ഞു പോയ ഗൈബുകളും അത് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ വരാനിരിക്കുന്ന ഗൈബുകൾ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അടങ്ങിയ അതിനെ സംബന്ധിച്ചൊക്കെ ഇഖ്ബാർ വിവരമറിയിക്കുന്ന ഗ്രന്ഥമാണ്. വഹാദൽ ഖുർആനു അഅ്ളമുൽ കുതുബില്ലദീ അല്ലതീ നസലത് മിനസ്സമാ ആകാശലോകത്തിൽ നിന്നിറങ്ങിയ വിശുദ്ധ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് ഈ ഖുർആൻ. വഖദ് ഔദഅ അല്ലാഹു ഫീഹി മിനൽ ഉലൂമിൽ അളീമത്തി വൽ അസ്റാറിൽ അളീമത്തി മാ ലാ യഅലമുഹു ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. വഖദ് ഔദഅ അല്ലാഹു ഫീഹി മിനൽ ഉലൂമിൽ അളീമത്തി മഹത്തായ ഇൽമുകൾ, അറിവുകൾ, വൽ അസ്റാറിൽ അളീമത്തി മഹത്തായിട്ടുള്ള രഹസ്യങ്ങൾ, മാ ലാ യഅലമുഹു ഇല്ലല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ അറിയാത്ത. വൽ അവാമു യഫ്ഹമൂന മിനൽ ഖുർആനി അവാമിങ്ങൾ
സാധാരണക്കാർ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നു. വൽ മുബ്തദിഊന ഫി തഅലീമി യഫ്ഹമൂന മിനൽ ഖുർആൻ, മുതഅല്ലിമീങ്ങൾ വിദ്യാർത്ഥികൾ, തുടക്കക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, പഠിതാക്കൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്നു. വറാസിഖൂന ഫിൽ ഇൽമി യഫ്ഹമൂന അക്സറ മിൻ ഗൈരിഹിം, മറ്റുള്ളവരെക്കാൾ അറിവിൽ നിപുണരായ ആളുകൾ മറ്റുള്ളവരെക്കാൾ ഖുർആൻ മനസ്സിലാക്കുന്നു. കുല്ലുൻ അലാ ഖദ്രി മാ അഅതാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൻ്റെ ഖദർ അനുസരിച്ച് ഓരോരുത്തരും പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ലിഅന്നൽ ഖുർആന കമാ യഖൂൽ ഇബ്നു അബ്ബാസ് അലാ അർബഅത്തി അൻവാ, ഇപ്പോൾ ഖുർആൻ്റെ വിഷയത്തിൽ ഖുർആൻ എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ 4 രൂപത്തിലാണ്. എന്താണ്? മിൻഹു മാ തഅരിഫുഹു അൽ അറബു മിൻ ലുഗതിഹാ, അപ്പോൾ ഖുർആനിലുണ്ടെന്ന് അറബികൾക്ക് മനസ്സിലാകുന്ന ഭാഷ, ഇതിലുള്ള ഭാഷാപരമായിട്ടുള്ളത് വാക്കുകൾ. കന്നാരി നരകം എന്ന് പറയുന്ന പോലെ, വൽ ജന്നത്തി സ്വർഗം എന്ന് പറയുന്ന പോലെ, വൽ സിന വ്യഭിചാരം എന്ന് പറയുന്നത് പോലെ, വൽ ഖംർ മദ്യം, ഖംർ എന്ന് പറയുന്നത് പോലെ, വഷിർക്ക് ഷിർക്ക്, വൽ കുഫ്രി കുഫ്ർ എന്ന് പറയുന്നത് പോലെ, ഷിർക്ക് ബഹുദൈവ ആരാധന, കുഫ്ർ സത്യനിഷേധം, വൽ റിബ പലിശ, വമിൻഹു മാ ലാ യുഅ്ദറു അഹദും ബിജഹ്ലില്ലാഹി. ഇനി അള്ളാഹുവിനെ അറിയുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ അല്ലെങ്കിൽ അറിയാതിരിക്കുന്ന വിഷയത്തിൽ ഒരാൾക്കും എക്സ്ക്യൂസ് ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങളുമുണ്ട് ഖുർആനിൽ. മിസ്ലു ഉദാഹരണം, മഅരിഫത്തു സ്വലാഹ് വസ്സിയാം വൽ ഹജ്ജ് വൽ അർക്കാനിൽ ഇസ്ലാം, നിസ്കാരത്തിൻ്റെ സംബന്ധിച്ച അറിവ്, നോമ്പിനെ സംബന്ധിച്ച അറിവ്, ഹജ്ജിനെ സംബന്ധിച്ച അറിവ്, ഇസ്ലാമിൻ്റെ റുക്കുനുകളെ സംബന്ധിച്ച അറിവ്, ഇതൊക്കെ അള്ളാഹുവിനെ അറിയുന്നതായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അള്ളാഹു എങ്ങനെ ഇത് പറഞ്ഞു, ഏത് രൂപത്തിൽ പഠിപ്പിച്ചു, അത് ഉൾക്കൊള്ളണം എന്നത് പ്രാഥമികമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് അത് എല്ലാവർക്കും അറിയണം. കുല്ലു വാഹിദിൻ മുത്താലബുൻ ബി അൻ യഅരിഫഹ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം എന്നത് തേടപ്പെടുന്ന കാര്യമാണ്, മത്ലൂബാണ്. വമിൻഹു മാ യഅരിഫുൽ ഉലമാഉ ഖാസ്സ, ഇനി പണ്ഡിതന്മാർ ഉലമാക്കൾ അറിയുന്ന ചില കാര്യങ്ങൾ, കൽ മുഹ്കമി വൽ മുതശാബിഹി വൽ മുത്ലഖി വൽ മുഖയ്യദി വൽ നാസിഖി വൽ മൻസൂഖി വൽ ആമി വൽ ഖാസി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുഹ്കമായിട്ടുള്ള ആയത്തുകൾ, മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ, മുത്ലഖ് മുഖയ്യദ്, നാസിഖ് മൻസൂഖ്, നാസിഖ് നസ്ഖ് ചെയ്യുന്ന ആയത്തുകൾ, നസ്ഖ് ചെയ്യപ്പെട്ട ആയത്തുകൾ, ഡിലീറ്റ് ചെയ്യപ്പെട്ട ആയത്തുകൾ, ഡിലീറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആയത്തുകൾ, അതിൽ തന്നെ പലതുണ്ടാവുമല്ലോ, വിധി നസ്ഖ് ചെയ്തത്, ആയത്ത് തന്നെ നസ്ഖ് ചെയ്തത്, അങ്ങനെ പലതുണ്ടാവും. ആം പൊതുവായിട്ടുള്ള, ഖാസ് പ്രത്യേകമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹാദിഹിൽ അൻവാഉ ഇന്നമാ യഅരിഫുഹാ അൽ ഉലമാഉ അല്ലദീന ദറസു ഉലൂമ ശരിഅ, ശരീഅത്തിൻ്റെ ഇൽമുകൾ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്കാണ് ഇതറിയാം. വന്നഉ റാബിഅ, 4ാമത്തെ ഇനം, മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയാത്ത ചില സംഗതികൾ. വഹു ഹഖായിഖു മാ ദക്കറഹു അല്ലാഹു ഫിൽ ഖുർആനി മിനൽ ജന്നത്തി വന്നാരി, അതായത് അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ജന്നത്ത്, നാർ സ്വർഗം, നരകം, ഇവയുടെ യാഥാർത്ഥ്യമെന്തി എന്നത്. അത് വകൈഫിയത്തു സിഫാത്തു റബ്ബി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബിൻ്റെ സിഫത്തുകളുടെ രൂപം എങ്ങനെയെന്ന്. ഫനഹ്നു നഅരിഫു മആനിഹ, അപ്പോൾ അതിൻ്റെ ആശയം അല്ലെങ്കിൽ അർത്ഥം നമുക്കറിയാം. ലാക്കിൻ കൈഫിയത്തുഹാ ലാ യഅലമുഹാ ഇല്ലാ ഹുവ സുബ്ഹാനഹു വ തആല, പക്ഷേ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ രൂപം, അതേപോലെ ജന്നത്ത്, നാർ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഹഖീഖത്ത്, അതിൻ്റെ രൂപം എങ്ങനെ എന്നത്, അത് എങ്ങനെയെന്നത് വിശദമായിട്ട് ആർക്കാണറിയാം? അള്ളാഹുവിന് മാത്രമാണ് അറിയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ കൈഫിയത്ത് നമുക്കറിയാൽ. സംഉഹു വ ബസറുഹു വ ഇൽമുഹു വ വജ്ഹുഹു വ യദുഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ കേൾവി, ബസർ അള്ളാഹുവിൻ്റെ കാഴ്ച, ഇൽമ് അള്ളാഹുവിൻ്റെ അറിവ്, ഇൽമ്, വജ്ഹ് അള്ളാഹുവിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ അത്, വ യദുഹു അള്ളാഹുവിൻ്റെ യദ്, കൈ, ഇതൊക്കെ ലാ യഅലമു കൈഫിയത്തുഹാ ഇല്ലല്ലാഹ്, അള്ളാഹു തആലാക്കല്ലാതെ അതിൻ്റെ രൂപം അറിയില്ല. വനുസൂലുഹു ഇലാ സമാഇ ദുനിയ വസ്തിവാഉഹു അലൽ അർശി, അതേപോലെ അള്ളാഹു ലോകത്ത് 1ാം ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ ഇറക്കം, അതേപോലെ അർഷിൽ അള്ളാഹു ഇസ്തിവാവുക എന്ന് പറയുന്നത്, അർഷിൽ കൈഫിയത്തുഹ അതിൻ്റെ രൂപം ലാ യഅലമുഹാ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അല്ലാതെ അതിൻ്റെ രൂപം അറിയില്ല. ലാക്കിൻ അൽ മആനി അൽ ലുഗവിയ്യത്ത് നഅരിഫുഹ വനഫ്ഹമുഹ, പക്ഷേ ഭാഷാപരമായിട്ടുള്ള അർത്ഥം നമുക്കറിയാം, നമുക്ക് മനസ്സിലാവുന്നു എന്നതാണ്.
ഫമഅന ഖൗലിഹി തആല, അപ്പോൾ അല്ലാഹു തആലയുടെ വചനം, അതിൻ്റെ ആശയം, അതായത് ഏത് വചനം? വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, റബ്ബിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ സംബന്ധിച്ച്, ആയത്തുകൾ സംബന്ധിച്ച്. ഇവിടെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആയത്തുകൾ തന്നെയാണ് പറഞ്ഞത്. അവർ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു. അത് ഖുർആനിലെ ആയത്തുകളാണ്, അല്ലാതെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ആയത്തുകൾ എന്ന് പറയും. ഇവിടെ പറയുന്നത് ഖുർആനിലെ ആയത്തുകൾ. അയ്യുസദ്ദിഖൂന ബിഹാദൽ ഖുർആനി, ഈ ഖുർആൻ അവർ സത്യപ്പെടുത്തുന്നവരാണ്. വയതദബ്ബറൂനഹു, ആ ഖുർആനെക്കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നവരാണ്, അതിലെ ആയത്തുകളെക്കുറിച്ച്. വയസ്തഗിലൂന ബിഹി, അതിൽ അവർ ജോലിയാവുന്നതാണ്, ശുഗലാവുന്നവരാണ്, അത് പാരായണം ചെയ്തും പഠിച്ചും മനനം ചെയ്തുമൊക്കെ. വയഅ്തനൂന ബിഹി, അതിനവർ പരിഗണിക്കുന്നവരാണ്. വയഅമലൂന ബിമാ ഫീഹി, അതിലുള്ളത് പ്രകാരം അവർ അമല്, കർമ്മം ചെയ്യുന്നവരാണ്. മാ അമറഹും ബിഹി ഫഅലൂഹ്, അവർ അതുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നത് പ്രവർത്തിക്കുന്നവരാണ്. വമാ നഹാഹും അൻഹു തറക്കുഹു, ഖുർആൻ അവർക്ക് നിരോധിക്കുന്നത് അവർ ഉപേക്ഷിക്കുന്നവരാണ്. വമാ അഖ്ബറഹും ബിഹി സ്വദ്ദഖുഹു, ഖുർആൻ അവർക്ക് വിവരമറിയിക്കുന്നത് അവർ സത്യപ്പെടുത്തുന്നവരാണ്. വ ആമനു ബിഹി, അതിനവർ വിശ്വസിക്കുന്നവരാണ്. വമസ്തബഹ അലൈഹിം റുദ്ദൂ ഇൽമഹു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, ഇനി അവർക്ക് ശുബ്ഹത്ത് വരുന്ന കാര്യം, അവർക്ക് സംശയങ്ങൾ വരുന്ന കാര്യം, അല്ലെങ്കിൽ ശുബ്ഹത്തുള്ള കാര്യം, അത് അള്ളാഹുവിലേക്ക് അവർ മടക്കുന്നവരാണ്, അതിൻ്റെ ഇൽമ്. വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇൽമിൽ റാസിഖീങ്ങളായ നിപുണരായിട്ടുള്ള ആളുകൾ അവർ പറയും, ഞങ്ങൾ വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, അതിലുള്ള മുഹ്കമാത്ത് ആയിട്ടുള്ള ആയത്തുകളാണെങ്കിലും മുത്തശാബിഹാത്താണെങ്കിലും എല്ലാം ഞങ്ങൾ റബ്ബിങ്കൽ നിന്ന്, ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നു. ഹാദിഹി ത്വരീഖത്തുൽ മുഅ്മിനീന മഅൽ ഖുർആൻ, ഇതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് സത്യവിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ വഴി. ബിഖിലാഫിൽ മുൻഹരിഫീന, വ്യതിചലിച്ച കക്ഷികളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ നിലപാടാ ഫഇന്നഹും ലഹും മഅൽ ഖുർആനി മവാഖിഫുൻ സയ്യിഅ, വ്യതിചലിച്ച കക്ഷികൾക്ക് ഖുർആനുമായുള്ള അവരുടെ സ്റ്റാൻഡ് എന്നത് മോശമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഫമിൻഹും അല്ലദീന ഖാലു ഇന്നൽ ഖുർആന മഖ്ലൂഖ്, അപ്പോൾ വ്യതിചലിച്ച കക്ഷികളിൽ ഒരു കൂട്ടരുണ്ട്, അവർ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. വല്ലദീന ഖാലു ഇന്നൽ ഖുർആന ലഹു ളാഹിറുൻ വലഹു ബാത്തിനുൻ, ചിലർ പറഞ്ഞു ഖുർആനൊരു ളാഹിറുണ്ട്, ഒരു ബാത്തിനുണ്ട്, ബാഹ്യവുമുണ്ട് ആന്തരികമുണ്ട്. വഹുമുൽ ബാത്തിനിയത്ത് ഹൗലാഇ ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാഹി അസ്സ വജൽ, ആ ബാത്തിനികൾ അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്നില്ല. വല്ലദീന ഖാലു ഇന്ന ളാഹിറൽ ഖുർആനി ഗൈറു മുറാദ്, ഖുർആൻ്റെ ളാഹിർ ഉദ്ദേശിക്കപ്പെടാത്തതാണ്, ബാഹ്യമായിട്ട് കാണുന്നത് എന്നവർ പറഞ്ഞു. ലിഅന്നഹു യൂഹിമു തശ്ബീഹ വതജ്സീമ ഫീമാ യുഖ്ബിറു അനില്ലാഹി അസ്സ വജൽ, അപ്പോൾ അള്ളാഹു അസ്സ വജലിനെ കുറിച്ച് ഖുർആനിൽ പറയുന്ന ആയത്തുകൾ, അതിൻ്റെ ബാഹ്യം അത് തശ്ബീഹും തജ്സീമും, അള്ളാഹുവിന് ജിസ്മുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ വ്യതിചലിച്ച കക്ഷികൾ. അസ്വിഫത്തു സാലിസ, മൂന്നാമത്തെ സിഫത്ത്. അപ്പോൾ സാരിഊന ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവരുടെ ഗുണഗണങ്ങൾ പറയാണ്. അതിൽ മൂന്നാമത്തെ സിഫത്ത് വിശേഷണം. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, വല്ലദീന ഒരു കൂട്ടർ, ഹും അവർ, ബിറബ്ബിഹിം അവരുടെ റബ്ബിനെ കൊണ്ട്, ലാ യുശ്രികൂൻ അവർ ഷിർക്ക് ചെയ്യാത്തവരാണ്, റബ്ബിൽ ഷിർക്ക് ചെയ്യാത്തവരാണ്, ബഹുദൈവാരാധന നടത്താത്തവരാണ് ഒരു തരത്തിലും. ഹാദാ ഹുവ തഹ്ഖീഖു തൗഹീദ്, ഇത് തൗഹീദിൻ്റെ യാഥാർത്ഥ്യവൽക്കരണമാണ്, തഹ്ഖീഖാണ്. ലാ യുശ്രികൂന അബദ, അവരൊരിക്കലും ഷിർക്ക് ചെയ്യുകയില്ല. ഷിർക്കൻ അസ്അറ വലാ ഷിർക്കൻ അക്ബർ, ചെറിയ ഷിർക്കുമില്ല വലിയ ഷിർക്കും ചെയ്യില്ല. യാനി ഉദ്ദേശിക്കുന്നത് ലാ യഖഉ മിൻഹും ഷിർക്കുൻ അബദ, ഒരിക്കലും അവരിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയില്ല. ഹൗലാഇ അല്ലദീന ഹഖഖു അത്തൗഹീദ, ഇവർ തൗഹീദ് യാഥാർത്ഥ്യമാക്കിയവരാണ്. വസല്ലമു മിന ഷിർക്കിൽ അക്ബരി വൽ അസ്ഗരി വൽ ഖഫിയ്യി വൽ ജലി, ഇവർ വലിയ ഷിർക്കിൽ നിന്നും ചെറിയ ഷിർക്കിൽ നിന്നും ഖഫിയെ മറഞ്ഞു കിടക്കുന്ന ഷിർക്കിൽ നിന്നും ജലി വ്യക്തമായ ഷിർക്കിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ടവരാണ്. വക്കുല്ലു അൻവാഇ ഷിർക്കി വൽ ബിദഅി വക്കുല്ലി അൻവാഇ ഷിർക്കി വൽ ബിദഅി വൽ മുഖാലഫാത്ത്, അതുപോലെ ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും
ശരീഅത്തിന് നിരക്കാത്ത എതിരായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒക്കെ അവർ രക്ഷപ്പെട്ടവരാണ്, മുക്തരായവരാണ്. അസ്സിഫത്തു റാബിഅ, നാലാമത്തെ വിശേഷണം, നന്മകളിൽ മുന്നേറുന്നവരുടെ നാലാമത്തെ വിശേഷണം. വല്ലദീന യുഅ്തൂന മാ ആതൗ, വല്ലദീന യുഅ്തൂന അവർ ഒരു കൂട്ടരാണ്, നൽകുന്നവരാണ്, മാ ആതൗ അവർക്ക് നൽകപ്പെട്ടത്, അവർക്ക് നൽകുന്നത്, മിനത്ത്വാഅത്ത് വഴിപ്പെടുന്ന വിഷയത്തിൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ധർമ്മം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും അതേപോലെ ധർമ്മം കൊടുക്കുകയാണെങ്കിലും ഒക്കെ ആ നന്മകളിൽ മുന്നേറുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്താണ്? വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പാട് ആശങ്കയുള്ളതായിരിക്കും. യാനി ഖായിഫ, ഭയപ്പാടുള്ള ഹൃദയങ്ങളായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ റബ്ബിങ്കലേക്ക് മടങ്ങുന്നവരാണ് എന്ന്. നഫ അൻഹും അൽ ഇജാബു ബി അഅമാലിഹിം, അപ്പോൾ നഫ അൻഹും അൽ ഇജാബു ബി അഅമാലിഹിം, അവരുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അജബാകുക എന്നൊരു രീതി അവർക്കുണ്ടാവില്ല. അതിനെ അള്ളാഹു നിഷേധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ സൽക്കർമ്മം ചെയ്യുമ്പോൾ, സ്വതക്ക ചെയ്യുമ്പോൾ ഒക്കെ അവർക്ക് അവരുടെ ഹൃദയങ്ങൾ വജിലത്താണ്, അതിൽ ഭയപ്പാടുണ്ട് അവർക്ക്. എന്താണ് ഭയപ്പാട്? അള്ളാഹു ഇത് സ്വീകരിക്കുമോ, കബൂലാക്കുമോ, അതോ തള്ളിക്കളയുമോ എന്നൊരു ഭയപ്പാട് അവർക്കുണ്ടാകും. അല്ലാതെ ഞങ്ങൾ ഇത്രയും സൽക്കർമ്മം ചെയ്തിട്ടുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ല എന്നുള്ള ചിന്ത അല്ല. ഫഹും യഅമലൂന അൽ അഅമാൽ അൽ ജലീല, അവർ മഹത്തായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യും. വയഖാഫൂന മിനല്ലാഹി അൻ യുറദ്ദഹ അലൈഹിം, അവയൊക്കെ അള്ളാഹു തട്ടിക്കളയുമോ, അവർക്ക് റിട്ടേൺ ചെയ്യുമോ എന്നത് അവർ ഭയക്കുകയും ചെയ്യും അള്ളാഹുവിൽ നിന്ന്. ഫഹും യഖാഫൂന അൻ തുറദ്ദ അലൈഹിം അഅമാലുഹും, അപ്പോൾ അവരുടെ സൽക്കർമ്മങ്ങൾ അവർക്ക് മേൽ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്, റിട്ടേൺ ചെയ്യപ്പെടുന്നതാണ്, തള്ളപ്പെടുന്നതാണ് എന്ന് അവർ ഭയക്കും. ബിഖലലിൻ വഖാഫിഹ, ആ സൽക്കർമ്മങ്ങളിൽ വന്നിട്ടുള്ള ന്യൂനതകൾ കാരണമായിട്ട്. ലിഅന്നൽ ഇൻസാന ലൈസ മഅസൂമ, കാരണം മനുഷ്യൻ പാപസുരക്ഷിതൻ അല്ല. ഫഹും ജമഉ ബൈന ത്വാഅതി വൽ ഖൗഫ്, അപ്പോൾ അവർ വഴിപ്പെടുന്ന വിഷയത്തിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിലും അതേപോലെ അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെ വിഷയത്തിലും അവർ അത് സംയോജിപ്പിച്ചവരാണ്. അത് രണ്ടുമുണ്ട്. അമ്മ അഹ്ലു തഫ്രീത്തി ഫജമഉ ബൈനൽ കസ്ലി വൽ അംനി മിൻ മക്രില്ലാഹി അസ്സ വജൽ, അപ്പോൾ തഫ്രീത്തിൻ്റെ ആളുകളാണെങ്കിലോ അവരാകട്ടെ അലസതയിലും നിർഭയത്വത്തിലും, നിർഭയത്വം എന്ന് പറഞ്ഞാൽ അമ്നി എന്ത്, അള്ളാഹുവിൻ്റെ തന്ത്രം മക്ർ സംബന്ധിച്ച നിർഭയത്വത്തിലും, അത് രണ്ടും അവർക്ക് ഒരുമിച്ച് കൂടിയവരാണ്. മടിയുണ്ടാകും, നിർഭയത്വം ഉണ്ടാകും അവർക്ക്. നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്ത് തരം നിർഭയത്വം? ശരിയായ നിർഭയത്വം അല്ല. അവർക്ക് അള്ളാഹു മാപ്പാക്കും, നമ്മുടെ അടുത്ത് എന്ത് ന്യൂനത ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി. വലിദാലിക യഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാരണത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യദ്ഖുല അഹദുക്കും അൽ ജന്നത ബിഅമലിഹി, നിങ്ങൾ ഒരുത്തനും അവൻ്റെ കർമ്മം അമല് കൊണ്ട്, സൽക്കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രം കൊണ്ട് കഴിയില്ല. ഖാലു, അവർ ചോദിച്ചു, സഹാബാക്കൾ ചോദിച്ചു, വല അന്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കളും അങ്ങനെയാണോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും അല്ല, ഞാനും എൻ്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ൽ, അള്ളാഹു എന്നെ അവൻ്റെ റഹ്മത്ത് കൊണ്ടും കാരുണ്യം കൊണ്ടും ഫദ്ൽ കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും മൂടിയാലല്ലാതെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് ഞാൻ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദാ ഹുവ മഖാമു തഹ്ഖീഖി തൗഹീദ്, ഇതാണ് തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക എന്നുള്ളതിൻ്റെ ആ മഖാമ്, സ്ഥാനം, പദവി. ഫൽ ജന്നത്തു ലാ തുദ്റകു ബിൽ അഅമാൽ, അപ്പോൾ സ്വർഗം എന്നത് സൽക്കർമ്മങ്ങൾ കൊണ്ട് എത്തിപ്പെടുന്നതല്ല. വഇന്നമൽ അഅമാലു സബബുൽ ലിദുഖുലിൽ ജന്ന, എന്നാൽ സ്വർഗപ്രവേശത്തിന് കാരണമാണ് സൽക്കർമ്മങ്ങൾ. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖാലൽ ഉലമാ, ഇവിടെ ഉലമാക്കൾ പറഞ്ഞു, അൽ ബാഉ ബാഉ സബബിയ്യത്തി, ഇവിടെ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചത് പരമായി എന്ന് പറഞ്ഞല്ലോ, അത് അവിടെ ബി എന്നുള്ള ബാ സബബിയത്തിൻ്റെ കാരണം സൂചിപ്പിക്കുന്ന ബാ ആണ്. വലൈസത്തിൽ ബാ ഉൽ സമനിയ, വില കാണിക്കുന്നതല്ല. അതായത് നിങ്ങൾ ആ അമലിൻ്റെ പവർ കൊണ്ട്
ആണ് സ്വർഗത്തിൽ പോവുക, അതിൻ്റെ വില കൊണ്ട് സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല. ഫൽ അമലു സ്വാലിഹു സബബുൻ ലിദുഖുലിൽ ജന്ന. അപ്പോൾ സൽക്കർമ്മം സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാണ്. വല്ലാഹു ലാ യുദിഉ അജ്റ മൻ അഹ്സന അമല. അപ്പോൾ കർമ്മം നന്നാക്കിയവൻ്റെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തൂല. അത് അള്ളാഹുവിന് യോജിച്ചതല്ല, അള്ളാഹു ചെയ്യൂല. وإدخاله عباده الصالحين الجنة تفضل منه. അപ്പോൾ സ്വർഗത്തിൽ സ്വാലിഹീങ്ങളായിട്ടുള്ള അവൻ്റെ അടിമകളെ, സച്ചരിതരായിട്ടുള്ള അടിമകളെ പ്രവേശിപ്പിക്കുക അള്ളാഹു എന്നത് അത് അവനിൽ നിന്നുള്ളൊരു തഫദ്ദുൽ, അവനിലുള്ള ഔദാര്യം, ഓശാരമാണ്. ഇഹ്സാനു മിൻഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സച്ചരിതരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യുന്ന, മനുഷ്യർക്ക് ചെയ്യുന്ന ഒരു ഇഹ്സാനാണ്, നന്മയാണ്. മനുഷ്യരാവട്ടെ ജിന്നുകളാവട്ടെ സ്വാലിഹീങ്ങൾക്ക്. വല്ലാഹു തആല യഖൂൽ, അല്ലാഹു തആല പറയുന്നു, വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. വഇൻ തഅദ്ദൂ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ, നിഅമതല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം, നിഅമത്തുകൾ, ലാ തുഹ്സൂഹാ, അത് കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇദാ കുൻത ലാ തസ്തതിഉ അദ്ദഹാ ഫകൈഫ തസ്തതിഉ ശുക്ർ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളെ, റഹ്മത്തുകളെ, നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ, അള്ളാഹു നിനക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നിനക്ക് എണ്ണിക്കണക്കാക്കാൻ എണ്ണാൻ കഴിയില്ലെങ്കിൽ അപ്പം പിന്നെ നിനക്ക് എങ്ങനെ അതിന് ആനുപാതികമായിട്ട് ശുക്ർ, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ കഴിയും? വലിഹാദാ യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദുആഇൽ ഖുനൂത്ത്. ഇക്കാരണത്താൽ ഖുനൂത്തിൻ്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അഊദു ബിറിളാക മിൻ സഖതിക وبعفوك من عقوبتك وبك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. أعوذ برضاك, أعوذ ഞാൻ കാവൽ തേടുന്നു, ബിറിളാക നിൻ്റെ തൃപ്തി കൊണ്ട്, മിൻ സഖതിക നിൻ്റെ കോപത്തിൽ നിന്ന്, വബിഅഫ്വിക നിൻ്റെ മാപ്പ് കൊണ്ട്, മിൻ ഉഖൂബതിക നിൻ്റെ ശിക്ഷയിൽ നിന്ന്, വബിക നിന്നെക്കൊണ്ട്, മിൻക നിന്നിൽ നിന്ന്. അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് തന്നെയുള്ളൂ അഭയം. അതാണ് ലാ മൽജ മിൻക ഇല്ലാ ഇലൈക ലാ ഉഹ്സി സനാഅൻ അലൈക. നിൻ്റെ മേലുള്ള സനാ, കീർത്തി, അത് കണക്കാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിൻ്റെ കീർത്തനം അത് പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ടാവില്ല. അന്ത കമാ അസ്നൈത അലാ നഫ്സിക്, നീ സ്വന്തമായിട്ട് എങ്ങനെയാണോ നിന്നെ പ്രകീർത്തിച്ചത് അപ്രകാരമാണ്. ഹാദാ സയ്യിദുൽ അംബിയാഇ വ ഇമാമുൽ മുർസലീൻ അഫ്ദലുൽ ഖൽഖി. അപ്പോൾ ഇതാണ് അംബിയാക്കളിലെ സയ്യിദ്, മുർസലീങ്ങളുടെ ഇമാം, നേതാവ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും യഅ്തരിഫു അന്നഹു ലാ യുഹ്സി അസ്സനാ അലാ അല്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്, ആ നബിക്ക് പോലും സനാ ചെയ്തിട്ട് അത് വേണ്ടത്ര സനാ ചെയ്യാൻ കഴിയില്ല എന്നതാണ് നബി സമ്മതിച്ചത്, നബി അവർക്ക് സമ്മതിക്കുന്നത്. ഫകൈഫ ബിഗൈരി, അപ്പം പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ കഴിയാം? ഫഅഹഉലാ യുതൂന മാ അതൂ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അപ്പോൾ ഖൈറാത്തിൽ, നന്മകളെ മുന്നേറുന്ന ആളുകൾ അവർക്ക് നൽകിയതിൽ നിന്ന് നൽകുന്നവരാണ്. ഏതവസ്ഥയിൽ? അവരുടെ റബ്ബിങ്കലേക്ക് മടങ്ങുന്നവരാണ് എന്ന ആ ഭയത്തോടു കൂടി. ലിഅന്ന അഅമാലഹും അഖല്ലു ബികസീരിൻ മിമ്മാ യജിബു അലൈഹിം, അവർക്ക് നിർബന്ധമായതിൽ വളരെ കുറഞ്ഞ അമലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവും. സുമ്മ അയ്ളൻ ലാ യദ്മനൂന അന്നഹാ തകൂനു മുതഖബ്ബല, അതേപോലെ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കപ്പെട്ടതാണ് എന്ന് അവർ ഗ്യാരണ്ടി വെക്കൂല, ഉറപ്പ് വെക്കൂല. അവർക്ക് അങ്ങനെ ഉറപ്പൊന്നും ഉണ്ടാവില്ല. ഖദ് തകൂനു മർദൂദത്തുൻ ബിസബബിൻ മിനൽ അസ്ബാബ്, പല കാരണങ്ങളിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സൽക്കർമ്മങ്ങൾ തള്ളപ്പെട്ടതാവാനോ. വലിഹാദാ ബിഖൗലി യഖൂലുല്ലാഹു തആല, കാരണത്താൽ അല്ലാഹു പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന്, ഭയഭക്തി തഖ്വയുള്ളവരിൽ നിന്നാണ് സ്വീകരിക്കുക. വമൻ യദ്മനു ലിനഫ്സിഹി അന്നഹു മിനൽ മുത്തഖീൻ, അപ്പോൾ ആർക്കാണ് സ്വന്തമായിട്ട് അവൻ മുത്തഖീങ്ങളിൽ പെട്ട ആളാന്ന് പറയാൻ പറ്റുക? അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റുക, ഉറപ്പ് പറയാൻ പറ്റുക? ലാകിന്നൽ ഇൻസാന യഅമലു വലാ യയഅസു വലാ യഖ്നതു, പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യണം? സൽക്കർമ്മം പ്രവർത്തിക്കണം, എന്നാൽ നിരാശ പാടില്ല. അവൻ ഖനൂത്ത് പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഖ്നിത്തീൻ, അല്ലേ? അങ്ങനെയല്ലേ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാശ ബാധിച്ചവരെയും ഇഷ്ടപ്പെടുന്നില്ല, ആ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്. വയുഹ്സിനുല്ലാഹ ബില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനെ സംബന്ധിച്ച് അവൻ നല്ല വിചാരം വിചാരിക്കണം. ഇന്നമാ ലാ യസ്തക്സിറു അമലു, പക്ഷേ അവൻ്റെ അമല് ധാരാളമുണ്ട് എന്ന് വിചാരിക്കരുത്.
ഒരാൾ ഞാൻ കുറേ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ വിചാരിക്കരുത്. ഔ യതമന്നനു അലല്ലാഹ്. ഖാലത്ത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ നബി പത്നി ഉമ്മുൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ മാതാവ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലമ്മാ സമിഅതു ഹാദിഹിൽ ആയ, ഈ ആയത്ത് കേട്ടപ്പോൾ, വല്ലദീന യുതൂന മാ ആതൂ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന ആയത്ത് കേട്ടപ്പോൾ ഖാലത്ത് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഹുമുല്ലദീന യസ്നൂന വയസ്രിഖൂന വയശ്റബൂനൽ ഖംറ വയഖാഫൂന അൻ യുഅദ്ദബൂ ബിദുനൂബിഹിം. ഈ ആയത്തിൽ പറഞ്ഞ ആൾക്കാർ അഹുമുല്ലദീന യസ്നൂൻ അവർ വ്യഭിചരിക്കുന്നവരാണോ, വയസ്റഖൂൻ അവർ മോഷ്ടിക്കുന്നവരാണോ, വയശ്റബൂനൽ ഖംർ മദ്യം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ കുടിക്കുന്നവരാണോ, യഖാഫൂന അൻ യുഅദ്ദബൂ ബിദുനൂബിഹിം എന്നിട്ട് അവർ അവരുടെ പാപങ്ങൾ കാരണം എന്ന് ഭയപ്പെടുന്നവരാണോ, അതാണോ ഉദ്ദേശിച്ചത് ഈ ആയത്തിൽ? ഖാല ലാ. അപ്പം നബി പറഞ്ഞു, അല്ല. യബ്നത സിദ്ദീഖ്, ഓ സിദ്ദീഖിൻ്റെ മകളെ, വലാകിന്നഹും യുസല്ലൂന വയസൂമൂന വയജാഹിദൂൻ അവരെ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ജിഹാദ് ചെയ്യുന്നവരാണ്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്നവരാണ്. വയഖാഫൂന അൻ തുറദ്ദ അലൈഹിം അഅമാലുഹും എന്നാൽ അവർ ഭയപ്പെടുന്നവരാണ്. അൻ തുറദ്ദ അലൈഹിം അഅമാലുഹും അവരുടെ കർമ്മങ്ങൾ അവർക്ക് മേൽ റദ്ദ് ചെയ്യപ്പെടും, റിട്ടേൺ ചെയ്യപ്പെടും, സ്വീകരിക്കപ്പെടാതെ എന്ന് ഭയക്കുന്ന അങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്.